Hello everyone. Once again welcome back to our marketing class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത നമ്മുടെ ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കാണുക. അതിനുശേഷം ഇന്ന് നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് advantages or benefit of market segmentation. 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആണ്. What is market segmentation? What are the advantages of market segmentation? അപ്പം മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് ദ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഒന്നുകൂടെ പെട്ടെന്ന് കേൾക്കാത്തവർക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Market segmentation is a grouping of customers according to their characteristics such as sex, income, age, education, occupation, geographical location, etc. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ നീഡ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഒരു മാർക്കറ്റർക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തുകൊണ്ടാണ് അഡ്വാൻറ്റേജസ് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വരുന്നത്? എന്തൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. 4 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആണ്, അല്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആണ്. വാട്ട് ആർ ദ advantages of market segmentation or what are the benefit of market segmentation? പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പം advantages or benefit. Mass marketing, which means the marketing of a single product to everyone, is not a practicable marketing strategy. നമുക്കൊക്കെ അറിയാം. സോ അവിടെയാണ് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഒരു പ്രോഡക്റ്റ് എൻറ്റയർ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. അവിടെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ നടത്തി. Then heterogeneous market into a homogeneous market. The following are the some of the major advantages or benefit of market segmentation. First one, help in better understanding of consumers' needs and wants. വളരെ വ്യക്തമാണ്. Better understanding of consumer needs and wants. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Dividing the heterogeneous market into a homogeneous market or small accessible segment. ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സ്മോൾ സെഗ്മെന്റ് ആക്കി നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് ഹോമോജീനിയസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. ഓരോ ഗ്രൂപ്പും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഹോമോജീനിയസ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. ഫസ്റ്റ് ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് ഫെയിമിന് കിട്ടുന്ന എന്താണ്? അണ്ടർസ്റ്റാൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇറ്റ് ഹെൽപ് ഫെയിം ടു ക്ലോസ്ലി ആൻഡ് ആക്യുറേറ്റ്ലി എക്സാമിൻ കസ്റ്റമേഴ്സ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്താണ് കൺസ്യൂമേഴ്സിനെ നീഡ്സിനെയും വാണ്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. യെസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് നോക്കിയാൽ അറിയാം. ഹെട്രോജീനിയസ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഡിഫറെന്റ് നീഡ്സ്, വാണ്ട്സ്, ഇൻട്രസ്റ്റ്, ടേസ്റ്റ്, പ്രിഫറൻസ് ഒക്കെയാണ്. ഫസ്റ്റ് വ്യക്തിക്കുള്ള ഇൻട്രസ്റ്റ്, നീഡ്സ് അല്ല സെക്കൻഡ് ആൾക്കുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്മെന്റേഷൻ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നു. അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കൺസ്യൂമേഴ്സിനെ നീഡ്സിനെയും വാണ്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. മാർക്കറ്റിംഗിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദ ബേസിക് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് ടു ഐഡന്റിഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമർ ആൻഡ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ് എന്താണ്? ഇറ്റ് ഹെൽപ് ദ ഫേം ടു ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. അടുത്തതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തി കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഐഡന്റിഫൈ ചെയ്താൽ ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്, അവരുടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുക. ദ ഫേം ടു ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഫേം അവരുടെ പ്രോഡക്റ്റിനെ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെയും ഡിസയറിന്റെയും അടിസ്ഥാനത്തിൽ പ്രോഡക്റ്റ് മിക്സിനകത്ത് അവരെന്ത് ചെയ്തു? ചേഞ്ചസ് വരുത്തി. അപ്പൊ ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു അക്കോർഡിംഗ് ടു എന്താണ്? കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓർ കൺസ്യൂമർ നീഡ്സ് ആൻഡ് ഡിസയർ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വളരെ വ്യക്തമാണ്. മാരുതി എന്ന് പറയുന്ന ഏറ്റവും എന്താണ് ഒന്നാം നിലയിൽ നിൽക്കുന്ന ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്.
മാരുതിയുടെ എന്താണ് ആൾട്ട എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലിന്റെ ഒരു പിക്ചറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാരുതി ഈ 6 വേരിയന്റുകളിലെ 6 കളറുകളിൽ മാരുതി പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാൺസും എല്ലാവർക്കും ഒരേ കളർ ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. കൺസ്യൂമറുടെ ആഗ്രഹം അനുസരിച്ച്, കൺസ്യൂമറുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളർ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് സെയിം ആണ്, പക്ഷെ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. കസ്റ്റമറുടെ നീഡിനെയും ഡിസയറിനെയും അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിന്റെയും പ്രിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരേ പ്രോഡക്റ്റിനെ തന്നെ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിൽ ഓരോ പ്രോഡക്റ്റുകൾ എടുത്താൽ നിങ്ങൾക്കറിയാം ഡിഫറെന്റ് വേരിയന്റുകൾ അവൈലബിൾ ആണ്. ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻഡ് വരെ 3-4 വേരിയന്റുകൾ അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ്? ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ്. അപ്പൊ നോക്കുക, ഓൺ ദി ബേസ് ഓഫ് കളർ, ഓൺ ദി ബേസ് ഓഫ് പ്രൈസ്. ഓരോ വേരിയന്റ് എടുത്താൽ ബേസ് മോഡലിന്റെ റേറ്റ് അല്ല, ടോപ്പ് എൻഡ് വേരിയന്റിന്. അപ്പൊ പ്രൈസിന്റെ ക്ലാസിഫിക്കേഷൻ വന്നു. ബേസ് മോഡലിന്റെ എന്താണ്? ഫീച്ചേഴ്സ് അല്ല, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് അല്ല, ടോപ്പ് മോഡലിനുള്ള പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. അപ്പൊ എന്താണ്? പ്രോഡക്റ്റ് മിക്സിനകത്ത് ചേഞ്ച് വരുത്തി. അപ്പൊ പ്രോഡക്റ്റ് മിക്സിനകത്ത് ചേഞ്ച് വരുത്തിക്കൊണ്ട്, പ്രൈസിനകത്ത് ചേഞ്ച് വരുത്തിക്കൊണ്ട്, പ്രൊമോഷൻ മിക്സിനകത്തും പ്ലേസ് മിക്സിനകത്തും ഒക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് കമ്പനിക്ക് എന്താണ്? എഫക്റ്റീവ് ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് കൺസ്യൂമറിൽ എത്തിക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ് ദ ഫേം ടു ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് ഡിസയർ. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആകുന്നത്. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് അഡ്വാൻറ്റേജസ്. തേർഡ് വണ്ണിലോട്ട് പോവാം. തേർഡ് അഡ്വാൻറ്റേജസ് പറയുന്നു, the firm can design and redesign product and services to meet the market need. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പോട്ട് എടുത്താൽ, 15 വർഷം മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ 20 വർഷം മുമ്പോട്ട് എടുത്താൽ ഉള്ള ഒരു പ്രോഡക്റ്റിന്റെ പരിണാമം നമുക്ക് ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ പെട്ടെന്നാണ് ടെക്നോളജിക്കൽ വൈസ്, ഡിസൈൻ വൈസ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. The firm can design and redesign. വൺസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ലൈഫ് ലോങ് യൂസ് ചെയ്യല്ല, അല്ലെ അതിന്റെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഫുള്ള് ആ പ്രോഡക്റ്റ് അല്ല, അതിനെ റീഡിസൈൻ ചെയ്യുന്നു. സോ ദ ഫേം ക്യാൻ ഡിസൈൻ ആൻഡ് റീഡിസൈൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദ മാർക്കറ്റ് നീഡ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമറുടെ നീഡ്സിനെയും വാൺസിനെയും മീറ്റ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡിസൈൻ ചെയ്യുകയും അതിനെ റീഡിസൈൻ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ടു ഐഡന്റിഫൈ ദ നീഡ്സ് ആൻഡ് വാൺസ് ഓഫ് ദ കൺസ്യൂമർ and to satisfy the needs and wants of the consumer. To identify the changing needs and wants of the consumer and to satisfy the changing needs and wants of a consumer. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് എന്താണ്? നീഡ്സിനും വാൺസിനും അടിസ്ഥാനത്തിലാണ്. റീഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാൺസിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. യെസ്, ഈ എക്സാമ്പിൾ വളരെ വ്യക്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ലാൻഡ് ഫോൺ ആയിരുന്നു നമ്മുടെ നീഡിനെയും വാണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റ്. ലാൻഡ് ഫോണുകളായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഫോണുകൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോ ലാൻഡ് ഫോൺ തൊട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്തു? മൊബൈൽ ഫോണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബേസിക് മൊബൈൽ ഫോണുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ബേസിക് മൊബൈൽ ഫോണുകൾ അന്ന് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ നീഡ്സിനെയും വാൺസിനെയും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ എന്ത് ചെയ്തു? ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്ന ഒരു അവസരത്തിൽ അതിനെ അവർ റീഡിസൈൻ ചെയ്തു, അല്ലെങ്കിൽ പുതിയ മോഡലുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടച്ച് മൊബൈൽ ഫോണുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്നത് എന്താണ്? ആൾക്കാർക്ക് നീഡ്സിനെയും വാൺസിനെയും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ അതിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ള, കുറച്ചുകൂടെ എന്താണ് ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള പുതിയ മോഡലുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്ന മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൊണ്ടാണ്. ഫേം ക്യാൻ ഡിസൈൻ ഓർ റീഡിസൈൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദ മാർക്കറ്റ് നീഡ്. കൺസ്യൂമർ നീഡ്സ് മാറുന്നതനുസരിച്ച്, വാണ്ട് മാറുന്നതനുസരിച്ച്, ടേസ്റ്റ് മാറുന്നതനുസരിച്ച്, പ്രിഫറൻസ് മാറുന്നതനുസരിച്ച് പ്രോഡക്റ്റുകളെ ഡിസൈൻ ചെയ്യാനും റീഡിസൈൻ ചെയ്യാനും മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വണ്ണിലോട്ട് പോവാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസിനകത്ത് പറയുന്നു, ഇറ്റ് മൈ ഗീവ് ഫേം excellent new market opportunity by identifying unexplored segment of a market. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ത് സഹായിക്കുന്നു? എപ്പോഴും മാർക്കറ്റിംഗ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? ഓപ്പർച്യൂണിറ്റിയിൽ നിന്നാണ്. കൺസ്യൂമറിന്റെ ഉള്ളിൽ ഒരു നീഡ് ഉണ്ടായാൽ, ഒരു വാണ്ട് ഉണ്ടായാൽ, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവിടെയാണ് മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആകുന്നത്. കസ്റ്റമറിന് നീഡില്ല, വാണ്ടില്ല, ഡിസയർ ഇല്ല, പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഫെയിൽ ആകും. സോ
It may give a firm excellent new market opportunity. പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ by identifying an unexplored segment of market. Yes, ഇന്ന് നമുക്കറിയാം ഹാൻഡ് സാനിറ്റൈസർ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹാൻഡ് സാനിറ്റൈസർ മാക്സിമം എന്താണ് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ അഡ്വർടൈസ്മെന്റുകളും നോക്കിയാൽ അറിയാം പ്രോഡക്റ്റുകളെല്ലാം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എക്സ്പെഷ്യലി എന്താണ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ് ആൻഡ് ദെൻ സോപ്പ് ഐറ്റംസ് അല്ലെ ഹാൻഡ് സാനിറ്റൈസർ, ഹാൻഡ് വാഷ് പോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ എന്താണ് അതിനകത്ത് കോവിഡിനെതിരെ പൊരുതാമെന്ന് പറയുന്ന ഒരു വേർഡൂടെ ആഡ് ചെയ്യുന്നു. കാര്യം എന്താണ് the excellent new market opportunity by identifying unexplored segment of a market. മാർക്കറ്റിൽ എന്താണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത പുതിയ പുതിയ സെഗ്മെന്റുകളെ ഐഡന്റിഫൈ ചെയ്ത് പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുക. മാസ്ക് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ മാസ്ക് ഇത്രയും ഫെമിലിയർ അല്ല. കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് അല്ലെങ്കിൽ 3-4 മാസം കൊണ്ട് മാസ്ക് ഇത്രമാത്രം എന്താണ് ഫെമിലിയർ ആയി. അപ്പൊ ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നമുക്ക് നോക്കുക അറിയാം ഡെറ്റോൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓരോ ഓപ്പർച്യൂണിറ്റീസും ഐഡന്റിഫൈ ചെയ്തു. പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ആന്റിസെപ്റ്റിക് ലിക്വിഡ് ആയിട്ടാണ് ആ പ്രോഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നിന്ന് ഒരു പുതിയ മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സോപ്പ് ഡെവലപ്പ് ചെയ്യാം, പ്ലാസ്റ്റർ ഡെവലപ്പ് ചെയ്യാം. അവിടുന്ന് പിന്നെ എന്താണ് അവര് അടുത്ത റിസർച്ച് നടത്തി. അപ്പൊ അൺഎക്സ്പ്ലോർഡ് മാർക്കറ്റ് ഉണ്ട്, ഹാൻഡ് വാഷ്, ലിക്വിഡ് ഹാൻഡ് വാഷ് ഇറക്കി, ഷേവിംഗ് ക്രീം ഇറക്കി, ഹാൻഡ് സാനിറ്റൈസർ ഇറക്കി. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ദ എക്സലന്റ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ഒരു സക്സസ്ഫുൾ മാർക്കറ്റർ ആണെങ്കിൽ ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടു ഐഡന്റിഫൈ ദ അൺഎക്സ്പ്ലോർഡ് സെഗ്മെന്റ് ഓഫ് എ മാർക്കറ്റ്. അങ്ങനെ അൺഎക്സ്പ്ലോർഡ് മാർക്കറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് പുതിയ പ്രോഡക്റ്റുകളുമായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മാർക്കറ്റിൽ സക്സസ് ആകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജിലോട്ട് പോകാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് help firm to select and focus on the most approachable market segment and to avoid a tough market segment. Market segmentation നമ്മൾ കണ്ടു, dividing the heterogeneous market into a homogeneous small accessible segment or different sub market or different എന്താണ് small segment, different sub മാർക്കറ്റുകളാക്കി അല്ലെ സ്മോൾ സെഗ്മെന്റുകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കുന്നത് നമ്മൾ എങ്ങനെയാണ് എന്ന് കണ്ടു. അപ്പൊ എന്താണ് അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റ് സെഗ്മെന്റ്, ഫോക്കസ് ഓൺ ദ മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റ് സെഗ്മെന്റ് ആൻഡ് ടു അവോയ്ഡ് എ ടഫ് മാർക്കറ്റ് സെഗ്മെന്റ്. എല്ലാ മാർക്കറ്റ് സെഗ്മെന്റിലും നമുക്ക് ഒരേപോലെ ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീസിബിലിറ്റീസ്, വൈബിലിറ്റീസ്, നമ്മുടെ എന്താണ് എല്ലാ പോസിറ്റീവ് വശങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റിലോട്ട്, മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റിലോട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ്. അപ്പം അതിനെന്ത് സഹായിക്കുന്നുണ്ട്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നു. സെലക്ട് ആൻഡ് ഫോക്കസ് ഓൺ ദ മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടു അവോയ്ഡ് എ ടഫ് മാർക്കറ്റ് സെഗ്മെന്റ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, നമുക്ക് വൈബിൾ അല്ലാത്ത, ഫീസിബിൾ അല്ലാത്ത മാർക്കറ്റ് സെഗ്മെന്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്, വലിയൊരു മാർക്കറ്റ് divided into a small accessible segment. Select one or more suitable segment. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Focus a most approachable market segment and to avoid a tough market segment. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് help the firm to study the behavior and buying motive of a consumer in the market. മാർക്കറ്റ് സെഗ്മെന്റേഷൻ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ, ക്ലിയർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ the firm help to study the behavior and buying motive of a consumer behavior and consumer buying motive മാർക്കറ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വളരെ ഡിഫിക്കൽട്ട് ആണ് കൺസ്യൂമർ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യുക, കൺസ്യൂമർ ബൈയിങ് മോട്ടീവ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. യെസ്, ബൈയിങ് മോട്ടീവിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോഡക്റ്റ് ബൈയിങ് മോട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബൈയിങ് മോട്ടീവ് ഉണ്ട്. അവിടെ തന്നെ എന്താണ് ഇമോഷണലും ഉണ്ട്, റാഷണലും ഉണ്ട്. അപ്പൊ പല രീതിയിൽ നമുക്ക് എടുക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. പല പ്രോഡക്റ്റും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പല ബൈയിങ് മോട്ടീവാണ്. ഫോർ എക്സാമ്പിൾ, ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ഫിയർ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഉള്ളിലെ ഭയമാണ് മെയിൻ ആയിട്ട് എന്നാണ് ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാക്കുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാങ്ക് ലോക്കർ എടുക്കുന്നു. ബാങ്ക് ലോക്കർ എടുക്കുന്നത് നമ്മുടെ എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നതും ഉള്ളിലെ ഭയമാണ്.
അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊണ്ട് FD ഇടുന്നു. FD ഇടുക എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള എന്താണ്, ഇൻവെസ്റ്റ്മെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഓരോ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ചിലത് ഫിയർ ആയിരിക്കാം, ചിലതെന്ന് പറയുന്നത് ഇമോഷണൽ ആയിരിക്കാം, ചിലത് റാഷണൽ ആയിട്ടായിരിക്കാം, ചിലത് നമ്മുടെ എന്താണ് സ്റ്റാറ്റസിനെ, ഫാമിലി സ്റ്റാറ്റസിനെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം പ്രീമിയം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ കൺസ്യൂമേഴ്സിന് എന്താണ് ഡിഫറെന്റ് ബൈയിങ് മോട്ടീവ്സ് ഉണ്ട്. അപ്പൊ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ സഹായിക്കുന്നത്. ഹെൽപ് ടു ഫെയിം ടു സ്റ്റഡി ദ ബിഹേവിയർ ആൻഡ് ബൈയിങ് മോട്ടീവ് ഓഫ് എ കൺസ്യൂമർ ഇൻ ദ മാർക്കറ്റ്. ബൈയിങ് മോട്ടീവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ടോപ്പിക് ആണ്. ആ സമയത്ത് അതിന്റെ ഓരോ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് അഡ്വാൻറ്റേജസിലോട്ട് പോവാം. ദ ഹെൽപ് ഫെയിം ടു ക്ലാസിഫൈ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ലീസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെന്റ്. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ദ ഹെൽപ് ദ ഫെയിം ടു ക്ലാസിഫൈ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ദ ലീസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. നമ്മുടെ മാർക്കറ്റ് സെഗ്മെന്റിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റ് ഏതാണ്, ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഓരോ പ്രോഡക്റ്റും നമ്മൾ എന്താണ് ഓരോ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ കൺസ്യൂമേഴ്സിന്റെ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് എന്താണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ, ലീസ്റ്റ് പ്രോഫിറ്റബിൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബെനിഫിറ്റ് ഉണ്ട്, ഹെൽപ് ദ ഫെയിം ടു അവോയ്ഡ് അൺപ്രോഫിറ്റബിൾ മാർക്കറ്റ്. മോസ്റ്റ് പ്രോഫിറ്റബിളും ലീസ്റ്റ് പ്രോഫിറ്റബിളും ഐഡന്റിഫൈ ആണെങ്കിൽ അടുത്ത എന്താണ്, ഹെൽപ് ഫെയിം ടു അവോയ്ഡ് അൺപ്രോഫിറ്റബിൾ മാർക്കറ്റ്. അതിലെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ സെഗ്മെന്റിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്, മാരുതിയുടെ ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഇല്ല. അവരുടെ പ്രോഡക്റ്റ് ലൈനിൽ ഉണ്ടായിരുന്ന പ്രോഡക്റ്റുകളാണ് ഈ പിക്ചറിൽ കാണുന്നത്. പക്ഷെ എല്ലാ പ്രോഡക്റ്റുകളും മാർക്കറ്റില് ഇല്ല. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റുകൾ അവോയ്ഡ് ചെയ്തു തുടങ്ങി. ചില പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പകരം അതിന് പുതിയ പ്രോഡക്റ്റുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നു. ഈ കാണുന്ന പിക്ചറിലെ പല പ്രോഡക്റ്റുകളും റീഡിസൈൻ ചെയ്ത് പുതിയ മോഡലുകളിൽ മാർക്കറ്റിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിം ക്യാൻ ക്ലാസിഫൈ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ദ ലീസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. പ്രോഫിറ്റബിൾ സെഗ്മെന്റ് ഏതൊക്കെയാണ്, ലീസ്റ്റ് പ്രോഫിറ്റബിൾ ഏതൊക്കെയാണെന്ന് അറിയാം. അത് ഐഡന്റിഫൈ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ദ ഫെയിം ടു അവോയ്ഡ് അൺപ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം എല്ലാ പ്രോഡക്റ്റിനും ഒരേ ഇൻവെസ്റ്റ്മെന്റ്, ഒരേ അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയുള്ളതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക, ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിന് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഒക്കെ നമ്മൾ വളരെ കുറയ്ക്കുക. അതിനുശേഷം ലാഭമില്ല എങ്കിൽ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, enable a better positioning of the product in the market compared to competitors. കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. എന്താണ് പൊസിഷനിങ്? ക്രിയേറ്റ് എ പോസിറ്റീവ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് എ കൺസ്യൂമർ ഓർ ക്രിയേറ്റ് എ ഗുഡ് വിൽ ഇൻ ദ മൈൻഡ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ മൈൻഡിൽ എന്താണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുക, ഒരു ഗുഡ് വിൽ ഉണ്ടാക്കുക. ഏതെങ്കിലും സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെ നമ്മുടെ പോലെയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കൺസ്യൂമർ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ, നീഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പേര് കൺസ്യൂമറുടെ മൈൻഡിലോട്ട് എത്തണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊസിഷനിങ് എന്ന് വിളിക്കുന്നത്. പല രീതിയിൽ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാം. പൊസിഷനിങ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, പ്രൈസ്, അങ്ങനെ പല രീതിയിൽ യൂസേജ്, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് പൊസിഷനിങ് ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഓർക്കുക, ദ ബെറ്റർ പൊസിഷനിങ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് കമ്പയർഡ് ടു ദ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പെപ്സി ആൻഡ് കൊക്കക്കോള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫേം ആണ്. ഫസ്റ്റ് പിക്ചറിൽ നോക്കിയാൽ അറിയാം, പെപ്സി മോശമാണ്, കൊക്കക്കോള ബെറ്റർ ആണ്. സെക്കൻഡിൽ നോക്കിയാൽ കൊക്കക്കോള മോശമാണ്, പെപ്സി ബെറ്റർ ആണ്. യെസ്, അപ്പൊ അവർ ചെയ്യുന്ന കാര്യം എന്താണ്, ബെറ്റർ പൊസിഷനിങ്. കൺസ്യൂമറുടെ മൈൻഡിലോട്ട് ഈ അഡ്വർടൈസ്മെന്റ് അവർ പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ്, കമ്പയർഡ് ടു കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പല രീതിയിൽ പ്രോഡക്റ്റിനെ പൊസിഷൻ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് പ്രൈസ്, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, പ്രോഡക്റ്റ് ക്വാളിറ്റി, ദെൻ പ്രോഡക്റ്റ് യൂസേജ്, പ്രോഡക്റ്റ് ക്ലാസ്, എക്സെട്ര എക്സെട്ര. പല രീതിയിൽ ചെയ്യാം. അതാണ് അടുത്ത അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്.
നെക്സ്റ്റ് അഡ്വാൻറ്റേജിലോട്ട് പോകാം. Help the firm to make a proper allocation of marketing resources by concentrating only on a segments which are best suited. അപ്പൊ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്ററെ സംബന്ധിച്ച് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിലോട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല ഫിനാൻഷ്യൽ എക്സ്പെൻസുകളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹെൽപ്പ് ഫേം ടു മേക്ക് എ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സ്. മെറ്റീരിയൽ ഇതെല്ലാം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നാച്ചുറൽ റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അലോക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഒക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അറിയാം, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ഒരു ബഡ്ജറ്റ് അല്ല, അല്ലെങ്കിൽ കോസ്റ്റ് അല്ല, അതിന്റെ ഗ്രോത്ത് സ്റ്റേജില്, അതല്ല അതിന്റെ മച്യൂരിറ്റി സ്റ്റേജിൽ, അതല്ല അതിന്റെ ഡിക്ലൈൻ സ്റ്റേജില്. സപ്പോസ് ഒരു പ്രോഡക്റ്റ് ഡിക്ലൈൻ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, നമ്മൾ അതിന് എത്രമാത്രം അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഏറ്റവും കുറവിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, പ്രൊഡക്ഷൻ മിനിമം ആക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മുടെ കോസ്റ്റ്, നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ മാക്സിമം അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, കൂടുതൽ ഫിനാൻസ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി മുടക്കണം, മാക്സിമം പ്രൊഡക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കണം, മാക്സിമം റീഡിസൈനിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് നടത്താനായിട്ട് ശ്രമിക്കണം. അപ്പൊ അവിടെ ഫിനാൻസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? Help the firm to make a proper allocation of marketing resources. മാർക്കറ്റിംഗ് റിസോഴ്സ് ഏറ്റവും പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജസിനകത്ത് പറയുന്നത്. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൈൻഡിലോട്ട് വരേണ്ടത് വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. Market segmentation is a grouping of customers according to certain characteristics such as age, income, education, race, then geographical location, etc. etc. വളരെ സിമ്പിൾ, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിംഗ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അണ്ടർസ്റ്റാൻഡിംഗ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഒരു മാർക്കറ്ററെ ഏറ്റവും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൺസ്യൂമറുടെ നീഡ്സ് എന്താണ്, വാണ്ട്സ് ആണ്. നമ്മൾ കൺസ്യൂമറിനെ അറിയാമെങ്കിലേ മാർക്കറ്റിംഗ് പോസിബിൾ ആകത്തുള്ളൂ. അണ്ടർസ്റ്റാൻഡിംഗ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് എന്താണ്, ഡിഫറൻഷിയേറ്റ് ദെയർ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു അഡ്രസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ, ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന്റെ അഡ്രസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റുകൾ ഡിഫറൻഷിയേറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഓരോ ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുക. നെക്സ്റ്റ് വൺ പറയുന്നു, ഡിസൈൻ ഓർ റീഡിസൈൻ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദെയർ മാർക്കറ്റ് നീഡ്സ്. ഡിസൈൻ ആൻഡ് റീഡിസൈൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ്. അതുകൊണ്ടാണ് നമുക്ക് പ്രോഡക്റ്റുകളിൽ അപ്ഡേഷൻസ് വരുന്നത്, മോഡിഫിക്കേഷൻ വരുന്നത്, റീഡിസൈൻ വരുന്നത്, അതിന്റെ പ്രോഡക്റ്റിന്റെ ഷേപ്പില് കളറില് ഫീച്ചേഴ്സിലും ഒക്കെ വ്യത്യാസം വരുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് വൺ പറയുന്നതാണ്, ഐഡന്റിഫൈ ദ ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ഐഡന്റിഫൈങ് അൺഎക്സ്പ്ലോർഡ് സെഗ്മെന്റ്. ടു ഐഡന്റിഫൈ ദ അൺഎക്സ്പ്ലോർഡ് സെഗ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സെഗ്മെന്റുകളെ, ഓപ്പർച്യൂണിറ്റികളെ ഐഡന്റിഫൈ ചെയ്യുക, അവിടെ പുതിയ പ്രോഡക്റ്റുകൾ എത്തിച്ച് കൊടുക്കുക. നെക്സ്റ്റ് വൺ പറഞ്ഞ എന്താണ്, ഫോക്കസ് ഓൺ ദ മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റ്. എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യണം? എല്ലാ മാർക്കറ്റിലും എന്റെ പ്രോഡക്റ്റ് എത്തിച്ച് നമ്മൾ ആളാകിയല്ല ചെയ്യേണ്ടത്, പകരം നമ്മൾ ഫോക്കസ് ആയിരിക്കണം. എങ്ങനെ ഫോക്കസ്ഡ് ആകണം? ഫോക്കസ് ഓൺ ദ മോസ്റ്റ് അപ്രോച്ചബിൾ മാർക്കറ്റ്. നമുക്ക് പ്രൊഡക്റ്റുമായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള മാർക്കറ്റില് പ്രൊഡക്റ്റുമായിട്ട് എത്തിക്കുക. അവോയ്ഡ് ടഫ് മാർക്കറ്റ്. നമുക്ക് സാധ്യമല്ലാത്ത, നമ്മളെ കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റാത്ത ടഫ് മാർക്കറ്റുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, സ്റ്റഡി ദ ബിഹേവിയർ ആൻഡ് ബൈയിങ് മോട്ടീവ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ ബൈയിങ് ബിഹേവിയറിനെ, ബൈയിങ് മോട്ടീവിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഐഡന്റിഫൈ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആൻഡ് ലീസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. മോസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ് ഏതാണെന്നും ലീസ്റ്റ് പ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ് ആണെന്നും അറിയാനായിട്ട് സാധിക്കുന്നു. പ്രോഫിറ്റബിളിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, ലീസ്റ്റ് പ്രോഫിറ്റബിളിനെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, അവോയ്ഡ് ദ അൺപ്രോഫിറ്റബിൾ മാർക്കറ്റ് സെഗ്മെന്റ്. നെക്സ്റ്റ് വൺ പഠിച്ചു, ബെറ്റർ പൊസിഷനിങ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യുക. നെക്സ്റ്റ് പഠിച്ചു, പ്രോപ്പർ അലോക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സ്. മാർക്കറ്റിംഗ് റിസോഴ്സിനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക.
ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല, അക്കോർഡിംഗ് ടു ദർ പ്രയോറിറ്റി. കൺസ്യൂമർ സെഗ്മെന്റ് പ്രയോറിറ്റി അനുസരിച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെന്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊടുക്കുക, ലീസ്റ്റ് പ്രോഫിറ്റബിൾ കുറച്ചു കൊടുക്കുക, ചില സെഗ്മെന്റുകൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പഠിച്ചത്. ഓർക്കുക, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ബികോം സ്റ്റുഡൻസിന് വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വീണ്ടും മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.